അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ട് നമ്മള് 3 ദിവസമായിട്ട് നടത്തുന്ന വലിയ ഒരു പ്രവർത്തനത്തിന്റെ അതിന്റെ റിസൾട്ട് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ അഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ആ കുഞ്ഞുമോനും അവന്റെ കൊച്ചനുജനും കൊച്ചനുജത്തിയും ഒരു കുടുംബത്തിലെ ഒരു ഉമ്മയുടെ 3 മക്കൾക്കും ക്യാൻസർ ബാധിച്ചിട്ട് ആ 3 മക്കൾക്കും മജ്ജ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ജനിച്ച നാള് മുതൽ ആ കുഞ്ഞുങ്ങള് ബ്ലഡ് കയറ്റിയിട്ടും അതുപോലെ തന്നെ ഇടക്കിടക്ക് ICUയിലും അതുപോലെ തന്നെ ആശുപത്രിയുമായിട്ട് കെട്ടിമറിയുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന 3 മക്കളാണ്. ആ മക്കളുടെ മജ്ജ മാറ്റിവെക്കേണ്ട ഒരു ആവശ്യകത അത് വന്നിരിക്കുകയാണ് എമർജൻസി ആയിട്ട്. കാരണം അഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ആ കുഞ്ഞ് ഏകദേശം ഒരു 1-2 വർഷമായിട്ട് ആ കുട്ടിയുടെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരികയും കഴിഞ്ഞ ഒരു 20 ദിവസമായിട്ട് ആ കുട്ടി വെന്റിലേറ്ററിലായിരുന്നു. ആ വെന്റിലേറ്ററിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് മാറ്റി ഇപ്പൊ വീണ്ടും അതേ അവസ്ഥ വന്നിട്ട് ആ കുട്ടിയെ വീണ്ടും ICUയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞു മക്കള് അവരുടെ ജീവിതം, നമ്മുടെ മക്കളൊക്കെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ആ മക്കളിങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോ ഈ മക്കള് ജനിച്ച നാൾ മുതൽ ഇതുപോലത്തെ മാരകമായ അസുഖം ബാധിച്ച് അതിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ആ കണ്ണീര് കണ്ടിട്ട്, ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടിട്ട്, ആ മക്കളുടെ കണ്ണീര് കണ്ടിട്ട്, അവരുടെ അവസ്ഥ കണ്ടിട്ട് ഏകദേശം 2.5 ദിവസമേ ആയിട്ടുള്ളൂ 1,77,00,000 രൂപയാണ് ഈ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നൽകിയത്. ഇനി പണം അയക്കരുത്, ഇനി നിങ്ങളുടെ പ്രാർത്ഥനയാണ് ആ കുടുംബത്തിന് വേണ്ടത്. ആ മക്കള് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. കാരണം അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ആ മക്കൾക്കുള്ളത്. ഏകദേശം അത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഡോണറെ പോലും കിട്ടാതെ വർഷങ്ങളോളം അലഞ്ഞ് അവരെന്നുള്ളതാണ്. അത്രമാത്രം റിസ്കി ആയിട്ടുള്ള, റയർ ആയിട്ടുള്ള ഗ്രൂപ്പ് കൂടിയാണ്. അങ്ങനെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. എന്താണെങ്കിലും സഹായിച്ച എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും അതിന്റെ നന്ദി അറിയിക്കുകയാണ്. പ്രധാനമായിട്ടും മറ്റൊരു വിഷയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോന്റെ ഒക്കെ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ടുള്ള വീഡിയോ ഇറങ്ങും, ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് അടിക്കണം. അതിലേക്ക് പൈസ അയക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം ഇതിൽ ഫണ്ട് ആയിട്ടുണ്ട്, ഇനി ഇത്തരം വീഡിയോകൾ ഇറങ്ങുകയാണെങ്കിൽ. കാരണം നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഓൾറെഡി അവരെടുത്തിട്ട് പോസ്റ്റ് ചെയ്തത് നമ്മൾ ഒരിക്കൽ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞതാണ്. വീണ്ടും അത് വരും. ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ തട്ടിപ്പുകാരുടെ QR കോഡ് വെച്ച് ആ QR കോഡിന്റെ നെയിമുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫിറോസ് കുന്നംപറമ്പിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും പേരായിരിക്കും, അതല്ലെങ്കിൽ തട്ടിപ്പുകാരന്റെ പേരായിരിക്കും, അതല്ലെങ്കിൽ രോഗിയുടെ തന്നെ പേരുകൾ വെച്ചിട്ടായിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കൽ ഇന്നലെ അത് ചെയ്തിട്ട് ഞങ്ങളത് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞതാണ്. ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരും. പോലീസിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഏകദേശം ഞാനാണെങ്കിലും അമർഷാനാണെങ്കിലും അതുപോലെ തന്നെ ഷമീർ കുന്നമംഗലാണ്, ഞങ്ങൾ എല്ലാവരും ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിനെതിരെ ഞങ്ങൾ പരാതികൾ കൊടുത്തതാണ്. ആ പരാതികൾക്കൊന്നും ഒരു നടപടിയും ഉണ്ടാവാത്തത് കൊണ്ട് നിങ്ങളോട് ഇങ്ങനെ അഭ്യർത്ഥിക്കല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകളുടെ ഫേക്ക് വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. എന്താണെങ്കിലും സഹായിച്ച എല്ലാവരോടും അതിന്റെ നന്ദി അറിയിക്കേണ്ട. പ്രിയപ്പെട്ട ജാബിർ നിസാമി, അദ്ദേഹം നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാജാ നിലമ്പൂരാണെങ്കിലും PMA സലാംക്കി ആണെങ്കിലും അത്തരം ആളുകളൊക്കെ എല്ലാവരും ഈ ഒരു വിഷയത്തിലേക്ക് നമ്മളോടൊപ്പം നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ചാരിറ്റിക്കാരും ഇതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതിന്റെ നന്ദി അറിയിക്കുകയാണ്. എന്താ പറയാ, ആ കുടുംബത്തിന്റെ സങ്കടം കണ്ടിട്ടാണ് 100% സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് നമുക്ക് ആ ഫണ്ട് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളത് തന്നെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒന്നാ. ഈ കുട്ടികൾക്ക് വേണ്ടി ആരും പിരിവെടുക്കാനില്ല, ഒരു തരത്തിലും ഒന്നിനുണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ മാത്രം നമ്മൾ 1,77,00,000 രൂപ കണ്ടെത്തിയത്. സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇനി എന്താണെങ്കിലും അതിന്റെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യണം. ഗൂഗിൾ പേ ഇപ്പൊ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറയും. അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ എഴുതി കൊടുക്കണം. എന്തായാലും വൈകുന്നേരം എടുക്കും. അതൊക്കെ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈവ് വീഡിയോ നിങ്ങൾ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ഇത് കാണാതിരുന്നാൽ പല ആളുകളും പൈസ അയക്കും. ഗൂഗിൾ പേയിൽ പോയിരുന്നില്ലെങ്കിൽ QR കോഡ് വെച്ച് അയക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇനി ആരോട് പൈസ അയക്കരുതെന്ന് പറയാ. സഹായിച്ചവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല, അത്രമാത്രം സന്തോഷം എനിക്കുണ്ട്. കാരണം ആ മക്കൾക്ക് പല സമയങ്ങളിലും ബ്ലഡ് കയറ്റാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് കരയുമ്പോൾ ഞാൻ പലപ്പോഴും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്കൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, പല രീതിക്കും. കാരണം ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് എന്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്താ പറയാ അവകാശമില്ല,
അതുകൊണ്ട് ഞങ്ങൾ മരിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം കരഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പേടിക്കണ്ട, നിങ്ങൾ ആ ഡോണറെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്ക്, ഞാൻ അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവരിപ്പോഴും ഒരു ഡോണർ വന്നു, പക്ഷേങ്കിൽ ആ ഡോണർ ഇപ്പോ അതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. കാരണം അത് ഏതൊരു സൈറ്റിൽ ബുക്ക് ചെയ്തിട്ടാണല്ലോ വരിക. അവസാനം ഹാഫ് മാച്ച് ആയിട്ടിരിക്കുന്ന അവരുടെ ഉപ്പാടെ എടുത്തിട്ട് കൊടുക്കാന്നുള്ളൊരു തീരുമാനം ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ്. കാരണം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ കുട്ടിയുടെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് വെന്റിലേറ്ററിലായി. ഇനി ആ കുട്ടിയെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രായമാവും തോറും ഇത് ട്രീറ്റ്മെന്റ് നടത്തി ചികിത്സിച്ച് ഭേദമാക്കാനും പാടാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഹാഫ് മാച്ചുള്ള ഉപ്പാനെയും കൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങാൻ പോവാ ഡോക്ടേഴ്സും ഇവരൊക്കെ. അപ്പൊ അത്രയ്ക്ക് പ്രയാസമാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആ കുട്ടികളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് ഇറങ്ങാൻ പോവാണ് ആ കുടുംബം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ആ മക്കൾക്ക് വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ 3 മക്കൾക്ക് ഒന്ന് പോയാൽ ഒന്നുണ്ട് എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ആ കുടുംബത്തിന്. 3 ആൾക്കും ഒരേ രോഗം ബാധിച്ചിരിക്കുകയാണ്. അപ്പോ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. പ്രാർത്ഥന കൊണ്ടാണെങ്കിലും സഹായം കൊണ്ടാണെങ്കിലും സഹായിച്ച എല്ലാവരോടും അതിന്റെ നന്ദി അറിയിക്കുകയാണ്. അത് മാത്രമല്ല, നാളെ നമുക്ക് മറ്റൊരു രോഗിയുടെ മണ്ണാർക്കാടുള്ള ഒരു കുഞ്ഞുണ്ട്. അവന് 3 വയസ്സോ 4 വയസ്സോ എന്തോ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കാൻ 40 ലക്ഷം രൂപയോളം അതിന് കണ്ടെത്തണം. അതിന്റെ വീഡിയോ നമ്മൾ നാളെ പോസ്റ്റ് ചെയ്യും. ഇതേ ആവേശത്തോട് കൂടിയിട്ട് നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. കാരണം എന്താ പറയുക, ഒരുപാട് കേസുകൾ പെൻഡിങ് ഉണ്ട്. ഇലക്ഷന്റെ ഇതൊക്കെ കഴിയട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ നിന്നതാണ്. എല്ലാവരും വിളിക്കുകയാണ്, എല്ലാവരും ആശുപത്രിയിലാണ്, അഡ്മിറ്റാണ്, വല്ലാത്തൊരു പ്രയാസത്തിലാണ്. എന്താണെങ്കിലും സഹായിച്ച എല്ലാവരോടും അതിന്റെ നന്ദി അറിയിക്കുകയാണ്. അതിന്റെ എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തതിന് ശേഷം ടോട്ടൽ എത്ര വന്നു എന്നുള്ളത് പോസ്റ്റർ അടക്കമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അറിയിക്കും. എന്താണെങ്കിലും സഹായിച്ചവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. പല ആളുകൾക്കും ഒരു തോന്നലുണ്ട്, ഇത്ര പൈസ വന്നു, ഇനി ഫിറോസ് കുന്നംപറമ്പിൽ എത്രയാണ് കമ്മീഷൻ, ഇനി നിങ്ങൾക്ക് എത്ര കിട്ടും, നിങ്ങളുടെ അക്കൗണ്ട് ആണോ എന്നുള്ള രീതിക്കൊക്കെ ചോദിക്കും പല ആളുകളുമായിട്ട്. ഒരിക്കലും ഒരു ചാരിറ്റി വീഡിയോയിൽ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന പേരോ അക്കൗണ്ടോ വരില്ല. ഞങ്ങൾ അങ്ങനെ പേഴ്സണൽ അക്കൗണ്ട് വെക്കാറില്ല. ഞാൻ പറഞ്ഞത്, ഫേക്ക് അക്കൗണ്ട് ഒക്കെ വെക്കുന്ന ആളുകൾ എന്റെ പേരടക്കം വെച്ചിട്ട് പിരിവ് നടത്തുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വരെ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ടോ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പിരിവും നടത്താറില്ല. രോഗികൾ ആരാണോ അവരുടെ പേരാണ് വരിക. അഹമ്മദ് ഫൈസി ആണെങ്കിൽ അഹമ്മദ് ഫൈസി ചികിത്സാ സഹായ കമ്മിറ്റി, ഇല്യാസ് ആണെങ്കിൽ ഇല്യാസ് ചികിത്സാ സഹായ കമ്മിറ്റി, ഇബ്രാഹിം കരീം ആണെങ്കിൽ ഇബ്രാഹിം കരീം ചികിത്സാ സഹായ കമ്മിറ്റി, ഷെബീർ മൂവാറ്റുപുഴയാണെങ്കിൽ ഷെബീർ മൂവാറ്റുപുഴ ചികിത്സാ സഹായം. അങ്ങനെ അവരവരുടെ കമ്മിറ്റി പേരുള്ള നെയിമും അവരുടെ തന്നെ അക്കൗണ്ടും കമ്മിറ്റി അക്കൗണ്ടും. അതല്ലാതെ ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടുകളിലേക്കോ ആ രീതിയിലേക്കുള്ള ഒരു ഫണ്ട് കളക്ഷൻ ഇല്ല. കാരണം ആ രീതിയിലൊക്കെയാണ് പല ആളുകളും പ്രചരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചാരിറ്റിയിൽ നിന്ന് കമ്മീഷൻ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ കമ്മീഷൻ വാങ്ങിയിട്ട് ചാരിറ്റി ഞാൻ ചെയ്യാറില്ല, അങ്ങനെ ചെയ്യൂല. അതൊക്കെ നിങ്ങൾ പല രീതിയിലേക്കും അത്തരത്തിലുള്ള മൗത്ത് പബ്ലിസിറ്റി പല ആളുകൾ അടിച്ചിറക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല ഞാൻ, അങ്ങനെ ചെയ്യില്ല. നാളെ നമുക്ക് 5 വയസ്സുകാരനായിട്ടുള്ള അസീൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ആണ് ഇല്ലാസ് ബാബു എഴുതിയിട്ടുണ്ട് നാളെ പോസ്റ്റ് ചെയ്യാനുള്ളത്. നിങ്ങളെല്ലാവരും ഇന്നുള്ള അതേ ആവേശത്തില് നാളേക്കും ആ കുട്ടിയുടെ EM അഷ്റഫ് ഭായ്, നിങ്ങളെല്ലാവരും ഇതേ ആവേശത്തോടു കൂടി നാളെയും ആ കുഞ്ഞിന്റെ ഈ അസീൽ മോന്റെ ചികിത്സയ്ക്ക് 40 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫേക്ക് വീഡിയോകൾ ഇറങ്ങും, ശ്രദ്ധിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, പരാതികൾ കൊടുത്തിട്ട് പോലും കാര്യമില്ല. ഞങ്ങൾ എല്ലായിടത്തും പരാതി കൊടുത്തു. സൈബർ സെല്ലിൽ പരാതി, മലപ്പുറം ജില്ലാ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈബർ സെല്ലിലും ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടും അതുപോലെ തന്നെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അമർഷാനാണെങ്കിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷമീർ കുന്നമംഗലാണെങ്കിൽ അവന്റേതായിട്ടുള്ള രീതിയിൽ ഈ പരാതികളൊക്കെ അവിടെ കിടക്കല്ലാതെ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. പരാതി കൊടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ആ രീതിയിലേക്ക് തട്ടിപ്പുകൾ നടക്കണ്ട. അതിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. FKP അതിന്റെ ആവശ്യമില്ലാന്ന് ഒരു കോള് കയറി വന്നു. നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതിന്റെയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞെന്നുള്ളതാണ്. ഡയറക്റ്റ് ഞങ്ങളെല്ലാം രോഗികളുടെ അക്കൗണ്ടുകൾ വെച്ചിട്ടാണ് ചാറ്റ് ചെയ്യാറുള്ളത്. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഈ കുട്ടിയുടെ ഉമ്മയാണ്. നിങ്ങൾ വിളിച്ചു വയ്ക്കുക. ഞങ്ങൾ ഒരിക്കലും രോഗികളുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ചെക്ക് ബുക്കോ അതല്ലെങ്കിൽ ATM ഇതൊന്നും ഞങ്ങൾ വാങ്ങിക്കാറ് പോലുമില്ല. കാരണം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്, ഇല്ലാസ് ബാബു കിടക്കുന്നത് ബഹ്റൈനിലാണ്. ഞങ്ങളൊക്കെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വീഡിയോകൾ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അക്കൗണ്ടും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആ കുട്ടിയുടെ ഉമ്മയും അതുപോലെ ബന്ധപ്പെട്ട ആളുകളും അവരുടെ നാട്ടിലാണ്. ഇപ്പൊ ആ കുട്ടി ICUലായിരുന്നു, ഇന്നിപ്പോ ആ വാർഡിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് അവർ ആശുപത്രിയിലാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ അത്രയ്ക്കും ക്ലിയർ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു പരാതിയോ പ്രയാസങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലെ ജാബർ നിസാമിന്റെ അവിടെ
അപ്പൊ എന്താണെങ്കിലും സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോ ഓക്കെ, കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.